നമസ്കാരം. ഗ്രീഷ്മയുടെ പ്രണയ കഷായ കഥകളും അറസ്റ്റും ജയിൽവാസവും ഒക്കെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. ഓരോന്നോരോന്നായി ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഗ്രീഷ്മയുടെ കാര്യങ്ങൾ അറിഞ്ഞ് തമിഴ്നാട്ടിലെ അഴകിയ മണ്ഡപം മുസ്ലിയാർ കോളേജിലെ വിദ്യാർത്ഥികളും ഞെട്ടിയിരിക്കുകയാണ്. പഠനത്തിലും കലാരംഗത്തിലുമൊക്കെ മിടുക്കിയായിരുന്ന ഗ്രീഷ്മയ്ക്ക് കോളേജിൽ തന്നെ 2 പ്രണയമായിരുന്നു ഉണ്ടായിരുന്നത്. ആദ്യ പ്രണയം ഒരു സീനിയർ വിദ്യാർത്ഥിയുമായിരുന്നു. അതിനുശേഷം PGക്ക് ചേർന്നപ്പോഴാണ് രണ്ടാമത്തെ പ്രണയം ഒട്ടിടുന്നത്. ഇതിൽ ഒരു കാമുകനൊപ്പം കോളേജിൽ നിന്നും ബൈക്കിൽ പോകവെയാണ് ആക്സിഡന്റ് ഉണ്ടായത്. ഇതിൽ ഗ്രീഷ്മയ്ക്ക് മുൻഭാഗത്തെ പല്ലുകൾ നഷ്ടമായിരുന്നു. കാമുകൻ ചെറിയ പരിക്കുകളോടെ അന്ന് രക്ഷപ്പെട്ടു. കോളേജിൽ സഹപാഠിയുമായി പ്രണയം തുടരുമ്പോഴാണ് ഗ്രീഷ്മ ബസ് യാത്രയിൽ ഷാരൂണിനെ കാണുന്നതും പരിചയപ്പെടുന്നതും. ആ പ്രണയമാണ് പിന്നീട് കഷായ ചതിക്ക് കാരണമായത്. പഴയ കാമുകന്മാരെല്ലാവരും കഷായ ചതിക്ക് ഇരയാകാത്തതിന്റെ ആശ്വാസത്തിലാണിപ്പോൾ. ഷാരൂണിന് വകവരുത്തുന്നതിന് 1.5 വർഷം മുമ്പുള്ള ഒരു ചെന്നൈ യാത്രയിലാണ് ഇരുവരും പരിചയപ്പെടുന്നത്. പിന്നീട് സൗഹൃദം പ്രണയമായി വളരുകയായിരുന്നു. നെയ്യൂർ ക്രിസ്ത്യൻ കോളേജിലെ അവസാന വർഷ റേഡിയോളജി വിദ്യാർത്ഥി ഷാരോണും അഴകിയ മണ്ഡപം മുസ്ലിയാർ കോളേജിലെ PG ലിറ്ററേച്ചർ വിദ്യാർത്ഥിനി ഗ്രീഷ്മയും തമ്മിൽ പ്രണയബന്ധിതരായപ്പോൾ തന്റെ അനുജന്റെ പ്രായമേ ഷാരോണിനുള്ളൂ എന്ന കാര്യം പെൺകുട്ടിയും ആലോചിച്ചിരുന്നില്ല. ബസ്സിലെ പരിചയം പ്രണയമായി വളർന്ന ശേഷവും ഇരുവരും ഒരുമിച്ച് ബൈക്കിലാണ് കോളേജിൽ പോയിക്കൊണ്ടിരുന്നത്. കോളേജിലെ കാമുകനോടും സഹപാഠികളോടും ഷാരോണിനെ കുറിച്ച് പറഞ്ഞിരുന്നത് അനിയനാണ് എന്നായിരുന്നു. ഗ്രീഷ്മയുടെ വാക്ക് വിശ്വസിച്ച സഹപാഠികൾ ഷാരോണിന് അനിയന്റെ സ്ഥാനം തന്നെ നൽകുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ മുസ്ലിയാർ കോളേജിൽ അത്രയ്ക്ക് സ്വാതന്ത്ര്യം ഷാരോണിനും ഉണ്ടായിരുന്നു. BAക്ക് റാങ്ക് ഹോൾഡർ എന്ന പരിഗണനയിൽ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ഇടയിൽ താരം തന്നെയായിരുന്നു ഗ്രീഷ്മയും. കോളേജിലെ പ്രണയവും ഷാരോണുമായുള്ള സ്നേഹബന്ധവും നാഗർകോവിലെ സൈനികനുമായി വിവാഹം ഉറപ്പിച്ച ശേഷമുണ്ടായ റിലേഷനുമൊക്കെ വളരെ വിദഗ്ധമായാണ് ഗ്രീഷ്മ കൈകാര്യം ചെയ്തിരുന്നത്. ഒരാളോട് സംസാരിക്കുമ്പോൾ മറ്റൊരാളോട് ചാറ്റ് ചെയ്യാനുള്ള അസാമാന്യമായ കഴിവ് ഗ്രീഷ്മയ്ക്കുണ്ടായിരുന്നു. പ്രണയവലയിൽ താൻ കുടുങ്ങിയത് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് എന്ന് ഗ്രീഷ്മ തന്നെ പോലീസിനോട് പറഞ്ഞിരുന്നു. എപ്പോഴും ഒരു കാമുകൻ വേണമെന്ന നിർബന്ധം തനിക്കുണ്ടായിരുന്നു. ആദ്യ പ്രണയം സഹപാഠിയോടായിരുന്നു. ആദ്യത്തേതുൾപ്പെടെ 4 പേരെ ഇതുവരെ പ്രണയിച്ചിട്ടുണ്ടെന്നും ഗ്രീഷ്മ മൊഴി നൽകിയിരുന്നു. ഇതിൽ ഷാരോൺ ഉൾപ്പെടെ 3 പേരെയും പ്രണയിക്കാൻ താൻ തന്നെയാണ് മുൻകൈ എടുത്തതെന്നും ഗ്രീഷ്മ സമ്മതിച്ചിരുന്നു. ഗ്രീഷ്മയെ വിവാഹം കഴിക്കാനിരുന്ന നാഗർകോവിലെ സൈനികനെ ജമ്മുവിൽ നിന്നും വിളിച്ചു വരുത്തിയാണ് പോലീസ് മൊഴിയെടുത്തത്. നാട്ടിലുള്ള ഒരു കാമുകന്റെയും മൊഴി എടുത്തിരുന്നു. ഷാരോണിനെ പ്രണയിക്കുന്നതിന് മുമ്പ് ഗ്രീഷ്മയ്ക്ക് 4 പ്രണയബന്ധങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് ബന്ധുവിന്റെ വെളിപ്പെടുത്തലുണ്ടായിരുന്നു. ഗ്രീഷ്മയുടെ അയൽവാസികൾ തന്നെയാണ് തന്നോട് ഇക്കാര്യം പറഞ്ഞതെന്നാണ് ബന്ധുവായ ഇയാൾ പറയുന്നത്. ആദ്യ ഭർത്താവ് മരണപ്പെടുമെന്ന് ജാതകത്തിൽ പറയുന്നത് ഗ്രീഷ്മ വിശ്വസിച്ചിരുന്നുവെന്നും ഇതിനിരയായി മാറ്റുകയായിരുന്നു പ്രണയബന്ധങ്ങളെ എന്നുമാണ് ബന്ധുവിന്റെ വെളിപ്പെടുത്തൽ. മറ്റൊരു യുവാവുമായി ബൈക്കിൽ ചുറ്റുന്നതിനിടെ സംഭവിച്ച ആക്സിഡന്റിലാണ് ഗ്രീഷ്മയുടെ മുൻവശത്തെ പല്ലുകൾ പോയത്. ഷാരോണിനോട് ഗ്രീഷ്മ തന്നെ ജാതകത്തിലെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും അയാൾ അത് വിശ്വസിച്ചിരുന്നില്ല. നാഗർകോവിലുള്ള സൈനികനുമായി വിവാഹ നിശ്ചയം കഴിഞ്ഞപ്പോൾ തന്നെ ഗ്രീഷ്മയിൽ നിന്ന് അകലാൻ ഷാരോണ് ശ്രമിച്ചിരുന്നു. ഗ്രീഷ്മയുടെ അമ്മ ഇക്കാര്യം ആവശ്യപ്പെട്ട് ഷാരോണിനെ ഫോണിൽ വിളിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ജാതകദോഷം അവസാനിപ്പിക്കാൻ ഷാരോണിനെ ഇരയാക്കിയോ എന്ന സംശയവും നാട്ടുകാർക്കുണ്ട്. ഷാരോണിന്റെ വീട്ടിൽ വെച്ചാണ് ഗ്രീഷ്മയെ താലി കെട്ടിയത്. തമിഴ്നാട് അതിർത്തിയിലെ കുഴിത്തുറ പാലത്തിന് സമയത്ത് വെച്ചാണ് ഇരുവരും പലപ്പോഴും കണ്ടുമുട്ടിയിരുന്നത്. നവംബർ മാസത്തിൽ വീട്ടിൽ നിന്ന് ഇറങ്ങി വരാമെന്ന് ഷാരോണിന് ഗ്രീഷ്മ വാക്ക് നൽകിയിരുന്നു. ജാതകദോഷം അവസാനിപ്പിക്കുകയായിരുന്നു ഗ്രീഷ്മയുടെ ഉദ്ദേശമെന്നാണ് ബന്ധു പറയുന്നത്.